പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആത്മാവിൻ്റെ വാൾ അഥവാ ശത്രുവിനെതിരെ നാം യുദ്ധം ചെയ്യേണ്ടതിന് വേണ്ടി ആ ആത്മാവിൻ്റെ വാളിനെ കുറിച്ച് അല്പമായിട്ട് ചിന്തിപ്പാനിടയായി തീർന്നു. തുടർന്നും നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പരമവൈരിയായ പിശാച് ആത്മാക്കളെ ബന്ധിക്കുന്നത് എങ്ങനെയെന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 16:5 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഥവാ ശിംശോനെ ഒതുക്കുവാനായിട്ട് ആ ദലീലയുടെ അടുക്കൽ കടന്നു ചെല്ലുന്ന അനുഭവങ്ങളാണല്ലോ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എന്ന പ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രു ബന്ധിക്കുന്നത് ഒതുക്കുവാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷിൽ ആ പദത്തിന് എഫ്ലിക്റ്റ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഹംബിൾ എന്ന ഒരു പദം കൂടി അതിൽ കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ പദത്തിന് പീഡിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, ക്ലേശം, മഹാദുഃഖം, വേദന, ഉപദ്രവം, കഷ്ടാവസ്ഥ ഇത്യാദി അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പദത്തിന് താഴ്ത്തുക, അധികാരമില്ലാതാക്കുക, അധീനപ്പെടുത്തുക, മാനഹാനി വരുത്തുക എന്നീ അർത്ഥങ്ങൾ കൂടെ അതിനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടു പോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു എന്നാണ് 137 സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അഥവാ ശത്രുവായ സാത്താൻ മനുഷ്യരെ ബന്ധിക്കുന്നത് ഒതുക്കുന്നതിനും മാനഹാനി വരുത്തുന്നതിനും പീഡിപ്പിക്കുന്നതിനും അങ്ങനെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് അവനത് ചെയ്യുന്നത്. സാത്താൻ എന്നാൽ പകയൻ എന്നർത്ഥം. സ്നേഹം എന്തെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവന് ശാസിക്കുന്നതെല്ലാം പകയും കൊലയുമാകുന്നു. ഏറ്റവും ഉത്തമനും സമർത്ഥനുമായ മനുഷ്യനും സ്വന്തം ശക്തി കൊണ്ടും ഭക്തി കൊണ്ടും ശക്തനായ സാത്താനെ അവൻ്റെ തന്ത്രങ്ങളെ പൊട്ടിച്ച് അവനെ അതിജീവിച്ച് സ്വാതന്ത്ര്യം നേടുക സാധ്യമല്ല. സാത്താന്റെ ഇരുമ്പ് നുകത്തിന് കീഴിൽ ആജീവനാന്തം ഞെരുങ്ങുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്ന അനേക കോടികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്നാണ് എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണത്താൽ സാത്താൻ്റെ അടിമയും കളിപ്പാവയുമായിരുന്ന മനുഷ്യന് മോചനം കൈവന്നു. പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൈവന്നു. നീതികെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു, അവന്റെ പല്ലിൻ ഇടയിൽ നിന്നും ഇരയെ പറിച്ചെടുത്തു എന്ന് ഇയ്യോബിന്റെ പുസ്തകം 29:17 നാം വായിക്കുന്നുണ്ടല്ലോ. ഇയ്യോബ് യേശുക്രിസ്തുവിന്റെ ഒരു മുൻകുറിയും ആണല്ലോ. കർത്താവ് ശത്രുവായ പിശാചിന്റെ തല തകർത്ത് അവന്റെ അടിമയും കളിപ്പാവയും ഇരയുമായിരുന്ന മനുഷ്യനെ പിടിച്ചെടുത്ത് സ്വതന്ത്രനാക്കി എന്നതാണ് സുവിശേഷം. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ആ സുവിശേഷം ഇന്നും കോടികളെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ എത്ര വലിയ കൊടും പാപികള്, അധർമ്മികൾ ഇവരെല്ലാം ഈ സുവിശേഷത്തിന്റെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ മാനസാന്തരപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. എഡ്വേർഡ് 6 കിരീട ധാരണയിൽ
ബ്രിട്ടൻ, അയർലൻഡ്, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങളുടെ ഭരണം ഏറ്റെടുക്കുന്നതിനെ കാണിക്കുന്ന 3 വാളുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചു. ഇനി ഒരു വാളുണ്ട്, അതെവിടെ എന്ന് രാജാവ് ചോദിച്ചു. ഉടൻ തന്നെ ഒരു വേദപുസ്തകം കൊണ്ടുവന്ന് മറ്റേ 3 വാളുകളുടെ മേൽ വെച്ചതായി ഒരു ചരിത്രമുണ്ട്. അതെ, ലോകത്തുള്ള ഏത് ശക്തിയെയും വെല്ലുന്ന ദൈവവചനത്തിന്റെ ശക്തി, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി, അവന്റെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന ശക്തി, അത് പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാണ്. മനുഷ്യന്റെ കായിക ബലം കൊണ്ടോ അവന്റെ ശക്തി കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നും നേടുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവവചനത്തിന്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരുവനെ കൊണ്ട് ദൈവത്തിന് ഈ ലോകത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. അതെ, അവന്റെ മുമ്പിൽ ശത്രു അടിയറ പറയും. ശത്രു ഏത് തന്ത്രം കൊണ്ട് ഇട്ടിരുന്നാലും ശരി, ചിലപ്പോൾ രോഗമായിരിക്കാം, മറ്റ് കഷ്ടങ്ങളായിരിക്കാം, ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിൽ അടിയുറച്ചു നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ മേൽ അവന്റെ ശക്തി ചെലുത്തുവാൻ അവൻ ഒരിക്കലും സാധ്യമല്ല. ആ ദൈവകരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അളവില്ലാതെ നിറയ